ഹായ് ഹലോ കുട്ടികളെ, നമ്മളിന്ന് നോക്കുന്നത് ജലം സംഭരിക്കുന്ന ശിലകളെ കുറിച്ചാണ്. ജലം സംഭരിക്കുന്ന ശിലകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ജലം സംഭരിക്കുന്ന മണ്ണിലെ ശിലകളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ജലം സംഭരണത്തിൻ്റെയും ജലം സംവഹനത്തിൻ്റെയും ശേഷിയെ ആശ്രയിച്ച് ശിലകളെ നമുക്ക് മൂന്നായി തിരിക്കാം. ജലം സംഭരണത്തിൻ്റെയും സംഭരിച്ചു വയ്ക്കുന്നതിൻ്റെയും സംവഹനത്തിൻ്റെയും ജലം സംഭരണത്തിൻ്റെയും ജലം സംവഹനത്തിൻ്റെയും ശേഷിയെ ആശ്രയിച്ച് ശിലകളെ മൂന്നായി തിരിക്കാം. അത് മൂന്നായി തിരിച്ചതാണ് ഈ കാണുന്നത്. ഏതൊക്കെയാണ്? അക്യുഫർ, അക്യുക്ലൂഡ്, അക്യുഫ്യൂജ്. അപ്പോൾ ശിലകളെ മൂന്നായി തിരിച്ചു. അക്യുഫർ, അക്യുക്ലൂഡ്, അക്യുഫ്യൂജ്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തേത് അക്യുഫറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അക്യുഫറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ജലത്തിലെ അവയിലൂടെ ഭൂജലത്തെ, അക്യുഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂജലത്തെ അവയിലൂടെ സ്വതന്ത്രമായി കടത്തിവിടുന്നതിനും സംഭരിച്ച് നിർത്തുന്നതിനും കഴിവുള്ള ശിലയാണ് അക്യുഫർ. അപ്പോൾ ഭൂജലത്തെ അവയിലൂടെ കടത്തിവിടുന്നതിനും സംഭരിച്ച് നിർത്തുന്നതിനും കഴിവുള്ള ശിലയാണ് അക്യുഫർ. ഇനി പ്രകൃതിയിൽ ഭൂജലത്തിൻ്റെ യഥാർത്ഥ സംഭരണ ശിലകളാണ് അക്യുഫർ. അപ്പോൾ പ്രകൃതിയിൽ ഭൂജലത്തിൻ്റെ യഥാർത്ഥ സംഭരണ ശിലകളാണ് അക്യുഫർ. ഇതിനകത്ത് പ്രത്യേകത എന്തൊക്കെയാണ്? സുഷിരതയും കടത്തിവിടൽ ശേഷിയുമുള്ളവയാണ് ഈ അക്യുഫർ എന്ന് പറയുന്നത്. അതായത് പോറസുമായിരിക്കും, പെർമിയബിളുമാണ് ഏത് അക്യുഫർ എന്ന് പറയുന്നത്. സുഷിരങ്ങളുള്ളതും ജലത്തിനെ കടത്തിവിടൽ ശേഷിയുള്ളവയുമാണ് അക്യുഫർ. എക്സാമ്പിൾ പറയുന്നത് മണൽക്കല്ല്, എക്കൽ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായല്ലോ. ജലം സംഭരിക്കുന്ന ശിലകൾ. അപ്പോൾ ജലം സംഭരിക്കുന്ന ശിലകൾ ജലത്തിൻ്റെ സംഭരണത്തിൻ്റെയും സംവഹനത്തിൻ്റെയും ശേഷിയെ ആശ്രയിച്ച് ശിലകളെ മൂന്നായി തിരിച്ചിരുന്നു. അക്യുഫർ, അക്യുക്ലൂഡ്, അക്യുഫ്യൂജ്. ഇനി അത് ഫസ്റ്റ് അക്യുഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂജലത്തെ അവയിലൂടെ സ്വതന്ത്രമായി കടത്തിവിടുന്നതിനും സംഭരിച്ച് നിർത്തുന്നതിനും കഴിവുള്ളവയാണ് അക്യുഫർ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി കടത്തിവിടുന്നതിനും സംഭരിച്ച് നിർത്തുന്നതിനും കഴിവുള്ള ശിലയാണ് അക്യുഫർ. പ്രകൃതിയിൽ ഭൂജലത്തിൻ്റെ യഥാർത്ഥ സംഭരണ ശിലകളാണ് എന്തെന്ന് പറയുന്ന അക്യുഫർ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഭൂജലത്തിൻ്റെ യഥാർത്ഥ സംഭരണ ശിലകളാണ് അക്യുഫർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സുഷിരതയും കടത്തിവിടൽ ശേഷിയും ഉള്ളവയുമാണ് അക്യുഫർ. അതായത് പോറസുമാണ്, പെർമിയബിളുമാണ്. എക്സാമ്പിൾ മണൽ, കല്ല്, എക്കൽ, ഇതൊക്കെയാണ് അക്യുഫറിൻ്റെ എക്സാമ്പിൾ. നമ്മൾ അക്യുഫറിനെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമതുള്ളത് എന്താണ്? അക്യുക്ലൂഡാണ്. അക്യുക്ലൂഡിൻ്റെ പ്രത്യേകത എന്താണ്? അക്യുക്ലൂഡിൻ്റെ പ്രത്യേകത ജലത്തെ സംഭരിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. ഇവർക്ക് എന്തിനാണ്? പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ജലത്തെ സംഭരിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. പക്ഷേ ജലത്തെ അവയിലൂടെ കടത്തിവിടത്തില്ല. അപ്പോൾ ഇതിന് ജലത്തെ സംഭരിച്ച് വെക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ജലത്തെ അവയിലൂടെ കടത്തി വിടുന്നില്ല. സുഷിരമയമാണെങ്കിലും ഈ ശില സുഷിരങ്ങളാൽ നിറഞ്ഞതാണ്. അതാണ് സുഷിരമയമാണെങ്കിലും കടത്തിവിടൽ ശേഷി ഇല്ലാത്തതിനാലാണ് ജലത്തെ പ്രവാഹിക്കാനാവാത്തത്. ഇപ്പോൾ സുഷിരമയമാണ്, പക്ഷേ ജലം കടത്തി വിടാത്തതിനാലാണ്, ശേഷി ഇല്ലാത്തതിനാലാണ് ജലത്തെ പ്രവാഹിക്കാനാവാത്തത്. എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? എക്കൽ മണ്ണ്, അഥവാ കളിമണ്ണെന്നൊക്കെ പറയൂലേ. ഈ കളിമണ്ണ് എന്തിനാ? കട്ട പിടിച്ച് അങ്ങനെ അതിനകത്ത് കട്ട പിടിച്ച് അങ്ങ് കിടക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അവയിലൂടെ കടത്തി വിടാനുള്ള ശേഷിയൊന്നും ആർക്കില്ല, കളിമണ്ണിനില്ല. അപ്പോൾ അതാണ് ചെളിക്കെട്ടായിട്ട് കിടക്കൂലേ. ഇനി അടുത്തത് അക്യുഫ്യൂജ് ആണ്. അക്യുഫ്യൂജ് മൂന്നാമത്തതാണ്. ഈ അക്യുഫ്യൂജിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് എന്ത് ചെയ്യത്തില്ല? ഭൂജലത്തെ കടത്തി വിടാനോ അതായത് ഉൾക്കൊള്ളാനോ കഴിയാത്ത തരം ശിലയാണ്. അപ്പോൾ ഇത് അക്യുഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും പറ്റൂല. കടത്തിവിടാനും പറ്റൂല, ഉൾക്കൊള്ളാനും പറ്റൂല. അപ്പോൾ അക്യുഫ്യൂജിൽ എന്താണ് പറയുന്നത്? ഭൂജലത്തെ കടത്തിവിടാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത തരം ശിലകളാണ് അക്യുഫ്യൂജുകൾ. സുഷിരങ്ങളില്ല, കടത്തിവിടാൻ സാധിക്കത്തുമില്ല. കേട്ടാ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സുഷിരങ്ങളില്ലാത്തതും കടത്തിവിടാൻ സാധിക്കാത്തതുമാണ് എന്ത്? അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. നോൺ പോറസ് ആൻഡ് ഇംപെർമിയബിൾ. നോൺ പോറസും അതിനൊക്കെ ഇൻപെർമിയബിൾ, അതായത് സുഷിരങ്ങളില്ല, കടത്തിവിടാൻ സാധിക്കാത്തതുമാണ് അക്യുഫ്യൂജ്. ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഇതെവിടെ എക്സാമ്പിൾ എന്താണ്?
പൊട്ടലും വിടവും ഇല്ലാത്ത ആഗ്നേയശിലകളും കായാന്തര ശിലകളുമാണ് ഇതിന് ഉദാഹരണം. അതായത് പൊട്ടലും വിടവും ഇല്ലാത്ത അഗ്നേയശിലകളും കായാന്തര ശിലകളുമാണ് ഇതിന് ഉദാഹരണം. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, നൈസ്. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? അക്യുഫ്യൂജിന് എക്സാമ്പിൾ. അപ്പം 3 പഠിച്ചു. അക്യുഫർ, അത് നല്ലപോലെ കടത്തി വിടും. അക്യുക്ലൂഡ്, കടത്തി വിടത്തില്ല, താങ്ങി നിർത്തിക്കോളും. അക്യുഫ്യൂജ് എന്ന് പറഞ്ഞാൽ താങ്ങി ഉൾക്കൊള്ളത്തുമില്ല, കടത്തി വിടത്തുമില്ല. ഓക്കെ, സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ബൈ ബൈ.